ലക്ഷ്മിയുമായിട്ട് ഞാൻ പുറത്ത് ഡീഫോമേഷന് പോകുമ്പോഴുണ്ടല്ലോ, കേൾക്കണ്ടേ? ആരാ പറഞ്ഞെന്ന്? കേൾക്കാം. ലക്ഷ്മിയായിട്ട് ഞാൻ പുറത്ത് ഡിഫമേഷന് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടിരിക്കുന്ന കാരണം ലക്ഷ്മിയോ ഞാനോ അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാരും ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവരോട് നമ്മൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കാര്യം ഡിഫമേഷൻ എന്നുള്ളൊരു ഒരു വ്യക്തിഹത്യ എന്നുള്ളൊരു സംഭവം നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കേസ്, ഞാനൊരു വക്കീലാണ്, അതിൻ്റെ ഒരു കേസ് പെൻഡിങ് ആണെന്നാണ് ഞാൻ പറഞ്ഞേക്കണം. അത് പെൻഡിങ് ആണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് യാതൊരു താല്പര്യമില്ല സംസാരിക്കാൻ വേണ്ടി. അത് കാരണം ഗെയിം തീർന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, എൻ്റെ ഇഷ്യൂ ലക്ഷ്മിയായിട്ട് മാത്രമാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ടല്ല, എൻ്റെ മോൾ ഷൈനായിട്ടല്ല, ഏഷ്യാനെറ്റ് ആയിട്ടല്ല, ഓക്കെ, ബിഗ് ബോസ് ആയിട്ടല്ല. നീ എത്രയും പെട്ടെന്ന് പൈങ്കുളം വരെ ഒന്ന് വരണോ അളിയ? വന്നിട്ട് തലയ്ക്ക് വല്ലത് വെച്ചിട്ട് ഒരു നല്ല കറണ്ട് അടിപ്പ് അത്യാവശ്യമായിട്ട് നിനക്ക് വേണ്ടതാണ്. എനിക്കില്ല, ഞാൻ ലക്ഷ്മി ഫാനൊന്നുമല്ല, പക്ഷേ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഹാംഫുള്ളായിട്ടൊരു സംഗതി നിനക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ, ഫിസിക്കലായിട്ട് നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, ആ ടൈമിൽ നിനക്ക് അത് പരാതി പറഞ്ഞ് അതിന് നിനക്ക് റെമഡി അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ കോടതിയിലേക്ക് ചെന്നാൽ നിന്നെ അങ്ങേരെടുത്ത് ദൂരെ എറിയും. നീ അങ്ങേരോ അവരോ ആരായിരുന്നാലും, കോടതിയിലിരിക്കുന്ന മനുഷ്യൻ ആരായിരുന്നാലും നിന്നെ എടുത്ത് ദൂരെ എറിയും, നിനക്ക് രണ്ട് തരികയും ചെയ്യും. കോടതിയുടെ സമയം നിനക്കെടുത്തേനും ആവശ്യമില്ലാതെ ഈ വൃത്തികേട് അവിടെയോട്ട് വലിച്ചഴിച്ചേനും. ഒരു പെണ്ണിൻ്റെ വയറ്റിൽ കയറി പിടിച്ചപ്പോൾ ഓർത്തില്ലായിരുന്നു ഇതുപോലെ പ്രശ്നം വരുമെന്ന്. നീ ഇപ്പം വീഴാൻ പോണ്, അടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ മാറി കയറി പിടിക്കുമോ? നീ വീഴാൻ പോകുന്ന ആ സമയത്ത് കയറി പിടിച്ചിറന്നു തന്നെ നടക്കുമോ? എടേ, അതൊക്കെ എന്തേന്നാണ്? ശരി, ആയിക്കോട്ടെ. നീ ഇത്ര കച്ചറയാണെന്ന് നീ പുറത്തു വന്ന് തെളിയിക്കുകയാണല്ലോടാ ചെറുക്ക, ചുമ്മാ വായ്ത്താളമാണ്. ഏതായാലും ലക്ഷ്മി ഇതിനോട് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ വീഡിയോ കണ്ടിട്ട് പിന്നീട് റിയാക്ട് ചെയ്യാം. പക്ഷേ ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ, ഇല്ലേ നീ ഇനി പോരേ എന്നുള്ളത്. അയാൾക്ക് ചെയ്യാന്നുള്ളതിലൂടെ നീ ചെയ്യണം. നിന്റെ അച്ഛനാണോ പറയണത് ചെയ്യാൻ? കൊച്ചിക്കാരെ പറയിക്കാനല്ലാതെ വേറെന്താ പറയുക? ചെയ്ത തെറ്റിൻ്റെ ഡെപ്ത് എന്തെന്ന് അറിയാതെ വലിയ ആൾ കളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് തുടർന്നു പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വേദന കൊണ്ട് കാണിക്കുന്ന പേക്കൂത്തായിട്ട് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നിയത്? ലക്ഷ്മി ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, ലക്ഷ്മിയോട് വന്ന് പറഞ്ഞ ഒരു രീതി, ആ രീതി അവൾ എടുത്തത് അത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഓവറായിപ്പോയി, അത് തർക്കമൊന്നുമില്ല. പക്ഷെ അവൾ ഡീപ്പായി ഇൻഡെപ്തിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അത്രയും പേര് കാണുന്ന ഒരു ഷോയിൽ അത്രയും ഡീപ്പായി സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് വാഴയാണ് അവനിക്ക് വേണ്ടത്? പിന്നെ എന്ത് ചെയ്യണം? ആ പെണ്ണ് എന്തോന്ന് ചെയ്യണമെന്ന്? എന്ത് നഷ്ടം തരാൻ നിനക്ക്? മസ്താനി സ്ട്രോങ് ആയിട്ട് അവളുടെ ഒപ്പം നിന്ന് ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് എന്ന് ഇപ്പോഴും പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മസ്താനിക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നീ തീർന്നടാ. അവക്ക് മാത്രമല്ല, നിനക്കും മാത്രമല്ല, മസ്താനിക്കും ഉണ്ട്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ വയറ്റിൽ കയറി പിടിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മസ്താനി പറഞ്ഞാൽ നീ ലക്ഷ്മിക്കെതിരെ കൊടുക്കുന്നതിനേക്കാൾ വലിയ കേസായിരിക്കും മസ്താനിയുടെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടുക. ഫിസിക്കൽ അസാൾട്ടാണ്. ഒരു പെണ്ണിനെ ഇത്രയും പബ്ലിക്കായി അവളുടെ വയറിൽ അവളുടെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിച്ചു എന്ന് പറയുന്നത് സെക്ഷൽ അസാൾട്ടാണ്. വക്കീലിന് അതറിയത്തില്ലല്ലയോ? ഞാൻ വക്കീലാണ് നാഴിക്ക് 40 വട്ടം പറയുന്നത് കൊണ്ട് മനസ്സിലായത് ഒരു കാര്യം ചോദിക്കുന്നതാണ്. അല്ല, എനിക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ട് ചോദിക്കുന്നത്. നീ ശരിക്കും വക്കീലാണോടാ? എനിക്കൊരു ബോധമില്ലല്ലേ? ഈ പറഞ്ഞ കാര്യത്തിൽ 100% ആ പറഞ്ഞ മസ്താനിയുടെ ഭാഗത്താണ് ശരി. അവൾക്ക് സംശയം തോന്നി, നിനക്ക് നാണക്കേടുണ്ടാക്കി എങ്കിൽ നീ പോയി തൂങ്ങിച്ചാക്, അതല്ലേ നല്ലത്. പോയി ചത്തുകളയടാ. എൻ്റെ മോൾ ഷൈനുമായിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരുമായിട്ടാണ് നിനക്ക് പ്രശ്നം വരേണ്ടത്. നിന്നെ അതിനകത്തിട്ട് അപമാനിക്കാൻ അവർ അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടാണ് പ്രശ്നം വരേണ്ടത്, അല്ലാതെ ലക്ഷ്മിയുമായിട്ടല്ല. ലക്ഷ്മി പബ്ലിക്കിൽ സോറി പറഞ്ഞു. സോറി പറയേണ്ട ഒരു കാര്യമില്ലാണ്ട് അവൾ സോറി പറഞ്ഞു. പിന്നെ അവളെ തലയിലോട്ട് കയറുന്ന നിനക്കൊക്കെ ഉണ്ടല്ലേ? സിജോയും സായിയൊക്കെ പുറത്ത് വന്നിട്ട് ജിൻഡോടെ തലയിൽ കയറുന്നവനെ കൊണ്ട് എങ്ങും എത്തിപ്പെടാൻ പറ്റാതെ, ആരും ശ്രദ്ധിക്കപ്പെടാൻ കഴിയാതെ പട്ടിഭാഷായിട്ട് ഇറങ്ങിപ്പോരേണ്ടി വന്നതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ സായിപ്പ് കാണിക്കുന്നത്. അത്രയും മനസ്സിലായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ബോധമില്ലാത്തവരോ മണ്ടരോ ഒന്നുമല്ല. ഏതായാലും സാക്ഷി വേണമെന്നും ലക്ഷ്മിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും സാക്ഷി പറയാനായിട്ട്. കാരണം ഈ അലവിൽ അത് കുറേ ദിവസം കൊണ്ട് കിടന്നിട്ട് കണ്ണാ നീ അങ്ങ് കേസ് കോത്താലും മാത്രം ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുമ്പോൾ മിനിമം ആയിട്ടുള്ള ചില നിയമങ്ങൾ അവിടെ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കും. അതിനനുസരിച്ചിട്ട് തന്നെയാണ് നിങ്ങളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്ക്ലെയിമർ ആദ്യം എഴുതി കാണിക്കുന്നത് പോയി വായിച്ചു വെക്കും. ഒരു വാഴ അറിയില്ലെങ്കിൽ തള്ളി മരപ്പം. നീ ഇതിനെ പെൻഡിങ്ങിന് വെച്ച് നീ ഇപ്പോഴേ നീ കൊണ്ട് കൊടുക്ക്. അതല്ലേ അതിൻ്റെ ഒരു രീതി. പിന്നെ നീ അവരുടെ ഒരു പ്രോഗ്രാമിൽ നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, ചെക്കാണ്. അത് 100%. അവർക്കെതിരെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരെ വിളിക്കത്തില്ല. നീ പറയുന്ന ഇടത്തല്ല. നീ ഇറങ്ങി വന്നപ്പോൾ ഏതെങ്കിലും പട്ടിച്ചാത്തം വന്നായിരുന്ന അവളെ വിളിക്കാനും അവളെ കൂടെ കൊണ്ടുപോകാനും ദുബായിൽ നിന്ന് ആളുകൾ മാലയും കൊണ്ടാണ് വന്നത്.
അത്ര ക്രെഡിബിലിറ്റി ഉണ്ട് ആ കുട്ടിക്ക്. അവൾ പറഞ്ഞെങ്കിൽ ഉറച്ചു നിന്ന്, നിന്നെ പോലെ മാറ്റി പറഞ്ഞില്ല. നീ ഉടനെ സദാചാരവാദം പറഞ്ഞ് നിനക്കൊരു പുരോഗമനവാദം, ബാക്കിയുള്ളവർക്ക് ഒരു സദാചാരവാദവും പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഇവൻ പറയുന്നത്. ഗൈസ്, നിങ്ങൾ തന്നെ ഇതിന് ആൻസർ പറയാം. ഞാൻ ലക്ഷ്മിയുടെ വീഡിയോ നോക്കിയില്ല, നോക്കിയ ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. എടാ പോടാ ചേർക്ക, പോടാ, ചിരിപ്പിക്കാതെ പോടാ ചേർക്ക എഴുന്നേറ്റ്.